ഒരു മുസ്ലിയാർ ഞാൻ മദ്രസയിൽ പഠിപ്പിക്കും എന്ന് കമ്മിറ്റിക്കാരുമായി കരാറാണ്. കമ്മിറ്റിക്കാരും മദ്രസയിലെ മുഅല്ലിമും തമ്മിൽ കരാറാണ്. ഇത്ര ശമ്പളം തരും കമ്മിറ്റിക്കാർ. അതെ, ഞാൻ മദ്രസയിൽ പഠിപ്പിക്കും. അപ്പോൾ ആ മുസ്ലിയാർ കരാറ് പാലിക്കണം. കരാറ് പാലിക്കലെങ്ങനെ? മദ്രസ തുറക്കുന്നതിന് മുമ്പ് അദ്ദേഹം മദ്രസയിലെത്തണം. കുട്ടികളെത്തിയാൽ പോരാ, പിന്നെ കുട്ടികളെത്തുന്നതിന് മുമ്പ് എത്തണം. കാരണം ഈ കുട്ടികൾ അവിടെ വന്ന് അവർ തല്ലുണ്ടാക്കിയാൽ അതിൻ്റെ ഉത്തരവാദി ഈ മുസ്ലിയാരാണ്. അദ്ദേഹം കരാറ് പാലിക്കണം. അദ്ദേഹം മദ്രസ തുറക്കുന്നതിൻ്റെ 5 മിനിറ്റ് മുമ്പെങ്കിലും മദ്രസയിലെത്തണം. ബാങ്ക് കൊടുക്കാൻ വേണ്ടി ഒരാൾ ഏറ്റെടുത്താൽ അദ്ദേഹം കൃത്യമായ സമയത്ത് ബാങ്ക് കൊടുക്കണം. ഈ പുത്തൻവാദികളെ പള്ളിയിൽ നിന്ന് കൊടുക്കും പോലെ 5 മിനിറ്റ് മുമ്പേ കൊടുക്കാൻ പാടില്ല. മറിച്ച് സമയം ആയതിന് ശേഷം ബാങ്ക് വിളിക്കണം. സമയം ആകാതെ കൊടുക്കാൻ പാടില്ല. ആയാ വേഗം കൊടുക്കണം. പിന്നെ അവിടെ കാത്തിക്കാനും പാടില്ല. ഉത്തരവാദിത്തമാണ്. അത് ജനങ്ങളോടുള്ള കമ്മിറ്റിക്കാരോടുള്ള കരാറാണ്. അത് അയാൾ പാലിക്കണം. പള്ളിയിലെ ഖതീബ് ആ ഖുതുബ ഓതുമ്പോൾ ആ ഖുതുബ നന്നായി മനസ്സിലാക്കി വെക്കണം. എന്നിട്ട് ഖുതുബ ഓതണം. ഞാൻ എന്താണ് ഓതുന്നത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നേരത്തെ ഒന്ന് നോക്കി വെച്ച് ബോധത്തോടുകൂടെ ഓതണം. അവിടെ മിമ്പർ മുന്ന് തപ്പിപ്പിടിക്കാൻ പാടില്ല. ഇതേപോലെ കമ്മിറ്റിക്കാർ അവർ കൃത്യമായി ശമ്പളം കൊടുക്കണം. ഞാൻ 2 ദിവസം മുമ്പ് ജനറൽ ബോഡി പങ്കെടുത്തു. 6 മാസമായിട്ട് മൊയിലിയാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അയാൾ കാറ്റടിച്ചിട്ട് ജീവിക്കാനാ? ടയറിൽ കാറ്റടിക്കും പോലെ കാറ്റടിച്ച് ജീവിക്കാൻ പറ്റും? അദ്ദേഹത്തിനും കുടുംബത്തിനും ജീവിക്കണ്ടേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശമ്പളം അത് കൃത്യമായി കമ്മിറ്റിക്കാർ കൊടുക്കണം. കമ്മിറ്റിക്കാർ കരാറ് പാലിക്കണം. കൃത്യമായി ശമ്പളം കൊടുക്കണം. ജോലിയെടുക്കുന്നവർ ജോലി കൃത്യമായി നിർവഹിക്കണം. ഇത് ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. അത് മദ്രസ പള്ളിയിലെ ജോലിയാകണമെന്നില്ല. ഹോട്ടലിൽ ഭക്ഷണമുണ്ടാക്കുന്ന കുക്കാണെങ്കിൽ രുചികരമായ ഭക്ഷണമുണ്ടാക്കണം. കല്യാണത്തിന് ഭക്ഷണം വെക്കുന്നവനാണെങ്കിൽ രുചികരമായ ഭക്ഷണമുണ്ടാക്കണം. പക്ഷേ രുചിയുണ്ടാകാൻ വേണ്ടി കുടല് കരിഞ്ഞു പോകുന്ന സാധനം ചേർക്കാൻ പാടില്ല. നല്ല രുചിയുണ്ട്, വെപ്പുകാരൻ നല്ല ഉഷാറുണ്ട് എന്ന് പറയാൻ വേണ്ടി അതാ ശരീരത്തിന് കേടുവരുന്ന സാധനം ആ കുക്ക് ഭക്ഷണം പാകം ചെയ്യുമ്പോൾ വെച്ച് ജനങ്ങളെ ചതിക്കാൻ പാടില്ല. അതേ സമയത്ത് കഴിവിൻ്റെ പരമാവധി ശ്രദ്ധിച്ച് നല്ല രുചികരമായ ഭക്ഷണമുണ്ടാക്കണം. കഴുകേണ്ടത് കൃത്യമായി കഴുകിയിട്ട് തന്നെ ചെയ്യണം. മുറിക്കേണ്ടത് വേണ്ടതുപോലെ മുറിച്ച് തന്നെ ചെയ്യണം. പരത്തേണ്ടത് ശരിക്ക് പരത്തി തന്നെ ചെയ്യണം. സുബ്ഹാനല്ലാഹ്. അത് അടിക്കേണ്ടത് അടിച്ച് തന്നെ ചെയ്യണം. എങ്ങനെയാണോ അത് ചെയ്യേണ്ടത് അതുപോലെ ചെയ്യണം. അല്ലെങ്കിൽ അദ്ദേഹത്തിന് വാങ്ങുന്ന കൂലി ഹലാലാകൂല. അദ്ദേഹം കരാറ് ലംഘിച്ചവനായി പോകും. അതേ കരാറ് പാലിച്ചവനാകൂല. ഇത്ര സംഖ്യ തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ പണിക്ക് വിളിച്ചതെങ്കിൽ ആ സംഖ്യ പിന്നെ തരാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ സ്വീപ്പാക്കുന്ന മുതലാളിയാകാൻ പാടില്ല, ഉടമസ്ഥനാകാൻ പാടില്ല. കൃത്യമായി അദ്ദേഹത്തിൻ്റെ വേതനം കൊടുത്തേക്കണം. കൃത്യമായി അദ്ദേഹത്തിൻ്റെ കൂലി പെട്ടെന്ന് കൊടുത്തേക്കണം. അദ്ദേഹത്തെ സ്വീപ്പാക്കാൻ പാടില്ല. നമ്മുടെ കരാറുകളൊക്കെ കൃത്യമായി പാലിക്കണം. മുതഅല്ലിമീങ്ങൾ ഒരു ദർസിൽ വന്നാൽ ഉസ്താദുമായി കരാറുണ്ട്. ഉസ്താദിനെ അനുസരിച്ച് ജീവിക്കുമെന്നതാണ് ഒരു കരാറ്. എടുക്കുന്ന പാഠം നന്നായി പഠിക്കുമെന്നാണ് മറ്റൊരു കരാറ്. അവിടെ പഠിക്കാൻ വേണ്ടി എടുത്തു കൊടുത്ത പാഠം പഠിക്കാത്ത വിദ്യാർത്ഥിയാകാൻ പാടില്ല. അതുപോലെ അതാ ക്ലാസ്സുകളിൽ പങ്കെടുക്കാതെ കിടന്നുറങ്ങുന്ന വിദ്യാർത്ഥിയാകാൻ പാടില്ല. എന്തെങ്കിലും ഒരു പേരും പറഞ്ഞ് അറ്റൻഡ് ഇല്ലാത്ത കുട്ടിയാകാൻ പാടില്ല. കരാറുകൾ പാലിക്കണം. ഇനി നമ്മൾ ഒരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ഒരു കുട്ടിയെ ചേർത്തു. ആ കുട്ടിക്ക് നമ്മൾ ഫീസ് അടക്കേണ്ടതുണ്ട്. അങ്ങനെയാണ് കരാറെങ്കിൽ ആ ഫീസ് കൃത്യമായി അടച്ചേക്കണം. അടച്ചില്ലെങ്കിൽ അയാൾ എന്താ ചെയ്യുക എന്ന വാശിയോ
ഭീഷണിയോ നടത്തിയാൽ ഈമാനിന്റെ ലക്ഷണം നഷ്ടപ്പെട്ടു പോകും. ഈമാനുള്ളവർ കരാറ് പാലിക്കുന്നവരാകണം. അപ്പൊ ഫീസ് കൃത്യമായി തന്നെ അടക്കേണ്ടത് അടച്ചിരിക്കണം. ആരാണ് മുഅ്മിനീങ്ങൾ? ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞതാണ്. ഒരു കച്ചവടം ചെയ്താൽ ആ കച്ചവടത്തിന്റെ എഗ്രിമെന്റിൽ പറഞ്ഞ ഡേറ്റിന് സംഖ്യ കൊടുക്കുന്നവരാകണം. അതിൻ്റെ രേഖകൾ കൈമാറാൻ എഗ്രിമെന്റിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കച്ചവടത്തിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ രേഖകൾ കൈമാറേണ്ടവൻ കൈമാറുകയും വേണം. ഒപ്പിട്ട് കൊടുക്കേണ്ട സമയത്ത് ഒപ്പിട്ട് കൊടുക്കണം. സംഖ്യ മുഴുവനും വിശ്വസിച്ച് തന്ന ഒരാൾ പിന്നീട് രജിസ്റ്ററിൽ ചെയ്യാൻ വേണ്ടി അതാ പറയുമ്പോൾ കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോകുന്ന ഏർപ്പാട് മുസ്ലിമിന് പറ്റൂല. അവന്റെ സംഖ്യയും വാങ്ങി വെച്ചിട്ട് കരാറ് പാലിക്കാതിരിക്കുക എന്നത് ഈമാനുള്ളവന് പറ്റൂല. ഈമാനുള്ള മുഅ്മിനീങ്ങളെ ലക്ഷണം പറയുമ്പോ അല്ലാഹു തആല സൂറത്തുൽ മുഅ്മിനൂൻ മുഅ്മിനീങ്ങളെ ലക്ഷണം പറയാനായി തന്നെ ഒരു സൂറത്ത് ഇറക്കിയതാണ്. അതിൽ പ്രത്യേകം പറഞ്ഞില്ലേ, വല്ലദീനഹും ലിഅമാനാതിഹിം വഅഹദിഹിം റാഊൻ, കരാറ് പാലിക്കണം. സുബ്ഹാനല്ലാഹ്, ഏത് കരാറാണെങ്കിലും കരാറ് പാലിക്കണം. വാക്ക് പറഞ്ഞാൽ വാക്ക് പാലിക്കണം.